കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് തുടങ്ങുന്നത് ഞങ്ങളൊക്കെ ജില്ലാ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത്, ഞാൻ ജില്ലാ സെക്രട്ടറിയും പിന്നെ ലിജീഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്ന സമയത്താണ്. തിരുവനന്തപുരത്തൊക്കെ തുടങ്ങിയതാണ്. ഞങ്ങൾ തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് വേണോ വേണ്ടേ എന്നുള്ള ആലോചന, ഈ പറയുന്ന പോലെ ഇത് വിജയിക്കുമോ, ഇന്ന് തുടങ്ങി നാളെ ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആകെ മോശമായില്ലേ, ഇത് പ്രതീക്ഷിച്ച ആളുകൾ നിൽക്കുമല്ലോ. ഈ ചോറ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചോറില്ല എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥതയല്ലേ. ഞങ്ങൾ കുറേ ആലോചിച്ചു ഇതെങ്ങനെ വിജയിപ്പിക്കും. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. ആദ്യം 500 പൊതിച്ചോറ് നമുക്ക് കണ്ടെത്താം. ഇനി അഥവാ കുറച്ച് പൊതിച്ചോറിൽ ഷോർട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുടുംബശ്രീ അതുപോലെ ജനകീയ കിച്ചണൊക്കെ ഉള്ള സമയമാണ്, അവിടെയൊക്കെ പോയി നമ്മുടെ കുറേ കുടുംബശ്രീ പ്രവർത്തകരോടൊക്കെ സംസാരിച്ചു. പെട്ടെന്ന് ചിലപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു ആലോചനയിൽ നിൽക്കുക. 500-ൽ തുടങ്ങി 500 പേർക്ക് രാവിലെ പോയി ഒരു 6:30-7 മണിക്ക് ആശുപത്രിയിൽ പോയി ടോക്കൺ കൊടുത്ത് വന്നാൽ പിന്നെ അതല്ലേ നമ്മളെ കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ എന്ന് കരുതി. പക്ഷേ ഇപ്പോൾ 4000 മുതൽ 5000 വരെ പൊതിച്ചോറ് കൊടുക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. 500-ൽ നിന്ന് അങ്ങനെ മെല്ലെ മെല്ലെ കയറി വന്നു. കാരണം ആളുകൾ കൊടുക്കുന്നതാണ് ഓരോ ചെറിയ പ്രദേശത്തു നിന്ന്. പക്ഷെ കുറച്ച് അധ്വാനമുണ്ട്. 2-3 തവണ വീടുകൾ കയറണം, ആളുകളോട് സംസാരിക്കണം, അത് വാങ്ങിക്കൊണ്ടുവരണം, ഇത് ലോറിയിലോ മറ്റോ കയറ്റി ആശുപത്രിയിൽ എത്തിക്കണം. പക്ഷെ അതൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പ്രത്യേകിച്ച് ഓരോ കമ്പാർട്ട്മെൻറ്റായി ആളുകളെ, മനുഷ്യരെ മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് നിന്ന്, ഇപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം, അതായത് ഞങ്ങൾക്ക് പൊതിച്ചോറ് തരുന്ന ആളുകളുടെ രാഷ്ട്രീയമോ മതമോ ഒന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ കൊടുക്കുമ്പോൾ ഈ DYFIക്കാർ കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് കൊടുക്കുമ്പോൾ ഒന്നും നോക്കുന്നില്ല, മുന്നിൽ വരുന്ന ആളുകൾക്ക് ഇങ്ങനെ എടുത്തങ്ങ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊരു ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രവർത്തനം കൂടിയല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ ഒരു വിജയം.